സൗത്ത് ആഫ്രിക്കയുടെ തെക്കുഭാഗത്തുള്ള മൊസൽബേ എന്ന നഗരത്തിൽ നിന്ന് ഓട്ട്ഷോൺ എന്ന പ്രദേശത്തേക്കെത്തി ഒരു പ്ലേറ്റോയിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഇനി പോകുന്നത് കാംഗോ എന്ന സ്ഥലത്തേക്കാണ്. കാംഗോ ഗുഹകൾ കാണാൻ. പാതയോരത്ത് കൃഷിയിടങ്ങളാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയും മറ്റുമുള്ള ചില ലോഡ്ജുകൾ. പഴയ കർഷക ഭവനങ്ങൾ പലതും ഇന്ന് ടൂറിസത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാവുന്ന ഗസ്റ്റ് ഹൗസുകളൊക്കെയായി അത് മാറിക്കഴിഞ്ഞു. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന പ്രദേശമാണിത്. ഓട്ട്ഷോൺ പട്ടണം ഒട്ടകപക്ഷി ഫാമുകൾക്ക് പ്രശസ്തമാണ്. അവിടം പിന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാംഗോ കേവ്സ്, കാംഗോ വൈൽഡ് ലൈഫ് റാഞ്ച് എന്നിവിടങ്ങളിലുമൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വരാറുണ്ട്. മുന്തിരിത്തോട്ടങ്ങളാണ് ഇവിടെ ഇടതുവശത്ത് കാണുന്നത്. വീൻയാർഡുകൾ ധാരാളമുണ്ട് ഈ പ്രദേശത്ത്. ഓട്ട്ഷോൺ എന്ന പട്ടണവും അതിന്റെ പരിസരങ്ങളുമൊക്കെ സമ്പന്നരായ കർഷകർ ധാരാളം കൃഷി നടത്തിയിരുന്ന പ്രദേശങ്ങളാണ്. ഒട്ടകപക്ഷി ഫാമും മുന്തിരിത്തോപ്പും പുകയിലപ്പാടങ്ങളുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ജൂതന്മാരും ഇവിടുത്തെ സമ്പന്നരായ കർഷകരായിരുന്നു. കൃഷിയിടങ്ങൾ പിന്നിട്ട് ഒരു മലമ്പ്രദേശത്തേക്ക് വണ്ടിയെത്തി. ഇവിടെ ഒരു മലയിലെ ഒരു ഗുഹ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. കാംഗോ കേവ്സ് എന്നാണ് അതിന്റെ പേര്. ഈ ബസ്സിൽ സഞ്ചാരം പ്രേക്ഷകരായ 39 പേരും ഞാനും ഉൾപ്പെടെ 40 പേരാണുള്ളത്. ബസ് കാംഗോ കേവ്സിന് സമീപത്തേക്ക് എത്തുകയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ടെന്ന് ഇവിടെ നിരന്നു കിടക്കുന്ന വാഹനങ്ങൾ കണ്ടാൽ അറിയാം. ഈ മേഖലയിലെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. കാംഗോ കേവ്സ് എൻട്രൻസിന്റെ സമീപത്തേക്ക് വണ്ടിയെത്തി. പണ്ട് ഞാൻ ഈ ഗുഹ കാണാൻ ഇവിടെ വന്നിട്ടുള്ളതാണ്. അന്നത്തെക്കാളുമൊക്കെ ഇവിടം നവീകരിച്ചിരിക്കുന്നു. ചെറിയ ചാറ്റൽ മഴയിലൂടെയാണ് ബസ് ഓടിയെത്തിയത്. എന്നാൽ ഇവിടെ എത്തിയപ്പോഴേക്കും മഴയൊക്കെ നിന്നിരിക്കുന്നു. കാംഗോ കേവ്സിന്റെ എൻട്രൻസും പരിസരവുമെല്ലാം പുതിയ ശൈലിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിവിസ്തൃതമായ ടിക്കറ്റിംഗ് ഏരിയ. ഞങ്ങളുടെ ഗൈഡ് മുഹമ്മദ് ടിക്കറ്റ് എടുക്കാനായി പോയി നിന്നു. നിരത്തിവെച്ച ബ്രോഷറുകളിൽ ഓട്ട്ഷോണിലും പരിസരത്തുമുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റികളുടെ വിവരങ്ങളാണ്. ഒരു റാമ്പിലൂടെ കയറ്റം കയറി വേണം ഗുഹാമുഖത്തേക്ക് എത്താൻ. ഈ ഗുഹാമുഖത്തിനടുത്തെത്തുമ്പോൾ ഇവിടെ കോഫി ഷോപ്പുകളും റെസ്റ്റോറന്റുമൊക്കെയുണ്ട്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റികളും ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു മലഞ്ചെരിവാണ്. മനോഹരമായ സ്ഥലം. മലമ്പ്രദേശവും താഴ്വാരവുമൊക്കെ കണ്ടിരിക്കാം. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. ഓരോ ബാച്ചിനും ഗുഹയിലേക്ക് കയറിപ്പോകാൻ പ്രത്യേക സമയം അനുവദിക്കും. ഞങ്ങൾക്ക് 9:30 സമയമാണ് തന്നിരിക്കുന്നത്. ഓരോ ബാച്ചായിട്ടേ കയറ്റിവിടുകയുള്ളൂ. ഓരോ ഗൈഡ് കൂടെ വരണമെന്നുള്ളതുകൊണ്ട് എത്തുന്ന ടൂറിസ്റ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അപ്പോൾ പ്രത്യേക സമയം അനുവദിക്കും. ആ സമയത്ത് വേണം ചെല്ലാൻ. അതുകൊണ്ടാണ് ഇവിടെ വലിയ ജനത്തിരക്കില്ലാത്തത്. ഞങ്ങളുടെ സമയമായ 9:30 ആയപ്പോൾ അകത്തേക്ക് കടന്നു. ആദ്യ ഭാഗത്ത് കുറെ നടക്കണം. ആളുകൾ വെറുതെ ഇടിച്ചു കയറി വരികയല്ല. മുൻകൂട്ടി ഇന്റർനെറ്റിലൂടെ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ടൈം കിട്ടും. ആ സമയത്താണ് ആളുകൾ വരുന്നത്. പ്രകൃതിദത്തമായ വലിയൊരു ഗുഹാസമുച്ചയമാണ്. കയറി ചെല്ലുന്ന ഭാഗത്ത് കുറെ പ്രതിമകളുണ്ട്. ഇത് ഗുഹയുടെ തുടക്ക ഭാഗമാണ്. അവിടെ ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നു. ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഇന്നാട്ടിലെ ആദിമ ഗോത്രവർഗക്കാർ സമൂഹമായി ഇതിന്റെ എൻട്രൻസ് ഭാഗത്താണ് വസിച്ചിരുന്നത്. പക്ഷെ അവർ ഗുഹയുടെ ഉള്ളിലേക്കൊന്നും പോയിരുന്നില്ല. ഉള്ളിലേക്ക് കടക്കുന്നത് ഇന്നത്തെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല അന്ന്. അവർ ഇവിടെ തീ കൂട്ടിയും ഭക്ഷണം പാകം ചെയ്തുമൊക്കെ ജീവിച്ചിരുന്നു. ആ കഥയാണ് ഗൈഡ് പറയുന്നത്. 10,000 വർഷം മുൻപാണ് ബുഷ്മൻ ഗോത്രം ഇവിടെ വസിച്ചിരുന്നത്. അവർ വരച്ചിട്ട ധാരാളം ചിത്രങ്ങൾ ഈ ഗുഹാഭിത്തികളിൽ ഉണ്ടായിരുന്നു. ആമുഖപ്രസംഗമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് നടക്കുകയാണ്. ഈ വഴിയൊക്കെ ആളുകൾക്ക് നടക്കാവുന്ന രൂപത്തിലാക്കി എടുക്കുകയായിരുന്നു. പണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ അത്ര എളുപ്പമായിരുന്നില്ല. കോൺക്രീറ്റ് കൊണ്ട് പടവുകൾ നിർമ്മിച്ചിരിക്കുന്നതിനാൽ മനുഷ്യർക്ക് ഇന്ന് എളുപ്പത്തിൽ നടന്നു പോകാം. ചെറിയ പൊത്തുകളിലൂടെ നൂണ്ടിറങ്ങിയൊക്കെയാണ് ഇത് കണ്ടെത്തിയത്. 1780-ൽ ജേക്കബ് വാസിൽ എന്ന പ്രാദേശികനായ കർഷകനാണ്
ഭൂമിക്കടിയിലെ ഈ മഹാവിസ്മയം കണ്ടെത്തിയത്. ചെറിയ ഗുഹാകവാടത്തിലൂടെ നൂണ്ടിറങ്ങിയ ജേക്കബ് ഗുഹയുടെ വലിപ്പം കണ്ട് വിസ്മയിച്ചു. ഇങ്ങനെയൊരു അത്ഭുതം ഇവിടെയുണ്ടെന്ന് പുറം ലോകത്തെ അറിയിച്ചതും അദ്ദേഹമാണ്. ഇന്ന് ഈ സ്റ്റെപ്സൊക്കെ ഇറങ്ങി നടക്കുക എളുപ്പമാണ്. എന്നാൽ കണ്ടുപിടിച്ച ആളുകൾ വലിയ കുഴി പോലുള്ള ഇടുങ്ങിയ പൊത്തുകളിലൂടെ കയർ കെട്ടി തൂങ്ങിയിറങ്ങിയും മറ്റുമാണ് ഞങ്ങൾ ഈ എത്തിയിരിക്കുന്ന ചേംബർ 1 എന്ന ഭാഗത്തേക്കെല്ലാം എത്തിയത്. ടൂറിസ്റ്റുകൾക്ക് സൗകര്യപ്രദമായി സഞ്ചരിക്കാനുള്ള വഴികളും പടവുകളും ഇവിടെയുണ്ട്. ഞങ്ങൾ ചേംബർ 1 എന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഗുഹാസമുച്ചയത്തിലെ ഫസ്റ്റ് ചേംബർ. വാൻസിൽ ഹാൾ എന്നാണ് ഈ ചേംബർ അറിയപ്പെടുന്നത്. ആധുനിക കാലത്ത് ഈ ഗുഹാസമുച്ചയം കണ്ടെത്തിയ ജേക്കബ് വാൻസിൽ തന്റെ പേര് ഈ ഭാഗത്തിന് നൽകുകയായിരുന്നു. കാങ്കോ കേവ്സിലെ ഏറ്റവും വലിയ ചേംബർ ഇതാണ്. 107 മീറ്റർ നീളവും 54 മീറ്റർ വീതിയും 17 മീറ്റർ ഉയരവും ഇതിനുണ്ട്. ഗുഹയുടെ മുകളിൽ നിന്ന് പലതരം ഫോർമേഷനുകൾ തൂങ്ങിക്കിടക്കുന്നു. വെള്ളം ഇറ്റിട്ട് വീണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടായ ഫോർമേഷനുകൾ. അതിൽ ചിലത് പുകയില ഉണക്കാൻ മച്ചിൽ തൂക്കിയിട്ടതുപോലെയാണ് കാണപ്പെടുന്നത്. അതിന് അങ്ങനെ തന്നെയാണ് ഗവേഷകർ പേരിട്ടിരിക്കുന്നതും. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഇവ ഓരോന്നും. ചുണ്ണാമ്പ് പാറയിലൂടെ മഴവെള്ളം അരിച്ചിറങ്ങി രൂപപ്പെട്ട കൗതുകമാർന്ന ഫോർമേഷനുകൾ. വേറെ ചിലയിടത്ത് അത് ഷാൻലിയറുകൾ പോലെയുണ്ട്. ചിലത് ഞൊറിവുകളിട്ട ജനൽ കർട്ടൻ പോലെ. ഇതെല്ലാം കടുപ്പമുള്ള പാറയാണ്, ചുണ്ണാമ്പ് പാറ. പലവിധ രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ഇതിങ്ങനെ രൂപപ്പെട്ടത്. വെള്ളം മുകളിൽ നിന്ന് ഇറ്റിറ്റു വീണ് മുകളിലേക്ക് വളർന്നിരിക്കുന്ന ഫോർമേഷനുകളുണ്ട്. തൂണുകൾ പോലെയുള്ള അവ സ്റ്റാലഗ്മൈറ്റ് എന്നറിയപ്പെടുന്നു. അതിപ്പോഴും മുകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റു വീണ് താഴേക്ക് വളരുന്ന ഫോർമേഷനുകളുമുണ്ട്. സ്റ്റാലഗ്റൈറ്റ് എന്നാണ് അതിന്റെ വിശേഷണം. ചിലത് തലയോട്ടികൾ പോലെ, അസ്ഥികൂടങ്ങൾ പോലെ, പല സ്വഭാവമുള്ള ഫോർമേഷനുകൾ. ഇതെല്ലാം വെള്ളം ഇറ്റിറ്റു വീണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുണ്ടായ ഫോർമേഷനുകളാണ്. ഈ ഫസ്റ്റ് ചേംബർ കണ്ടെത്തിയ കാലത്ത് ഇത് മാത്രമാണ് ഗുഹയെന്നാണ് എല്ലാവരും കരുതിയത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചേംബറിനോടനുബന്ധിച്ച് പല പല ചേംബറുകൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. ഇപ്പോഴും ഈ ഗുഹാസമുച്ചയം പൂർണ്ണമായും കണ്ടെത്തപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു സംഘം ചെന്നു കഴിയുമ്പോഴാണ് ലൈറ്റ് എല്ലാം ഇടുക. ലൈറ്റ് ഇടുന്നതോടെ മുന്നിൽ വേറൊരു ലോകം തെളിയുന്നു. സംഘം അവിടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഹോളിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഗൈഡ് നടക്കുന്നത്. ഇവിടെ ഓരോ ടീമിനും ഓരോ ഗൈഡ് ഉണ്ടാവും. ഞങ്ങൾക്കുമുണ്ട് ഒരു ഗൈഡ്. അവൾ മുൻപേ പോകുന്നുണ്ട്. ചുണ്ണാമ്പ് പാറകൾക്കിടയിലൂടെയുള്ള ഭൂഗർഭജലത്തിന്റെ ഒഴുക്കുമൂലം കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ ഗുഹാസമുച്ചയം രൂപപ്പെട്ടതെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. കട്ടി കുറഞ്ഞ പാറയും മണ്ണും ആ ഒഴുക്കിൽ നഷ്ടപ്പെടുകയും വലിയ ചേംബറുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മുകളിൽ നിന്ന് ഇറ്റുവീഴുന്ന ജലത്തിലെ മിനറൽസ് അടിഞ്ഞുകൂടി പല പല ഫോർമേഷനുകൾ ഉണ്ടാവുകയും ചെയ്തു. അടുത്തതായി ഞങ്ങൾ സെക്കൻഡ് ചേംബറിലേക്കെത്തി. ഇതും വലിയൊരു ചേംബറാണ്. ഇവിടെയും സീലിംഗിൽ നിന്ന് താഴേക്ക് വളർന്നു നിൽക്കുന്നതും താഴെ നിന്ന് മുകളിലേക്ക് വളരുന്നതുമായ ഫോർമേഷനുകളുണ്ട്. ഏറെ കൊത്തുപണികളോടുകൂടിയ ഒരു പുരാതന ക്ഷേത്രത്തിനകത്തുകൂടി നടക്കുന്ന പ്രതീതിയാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. 1780 ജേക്കബ് വാൻസിൽ ആദ്യ ചേംബർ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവിടെ കൂടുതൽ ഗുഹകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അങ്ങനെ 1792 ഒരു സംഘം ഗവേഷകർ കണ്ടെത്തിയതാണ് ഈ ചേംബർ. 270 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. വളരെ സാഹസികമായിരുന്നു ഇതിനെ കണ്ടെത്തൽ. ഒന്നാം ചേംബറിൽ നിന്നുള്ള ഒരു ഇടുങ്ങിയ പൊത്ത് ഒരാൾക്ക് കടന്നു പോകാവുന്ന വിധം തുറന്നപ്പോൾ അന്വേഷകർ എത്തിച്ചേർന്നത് ഇങ്ങനെയൊരു അത്ഭുത ലോകത്താണ്. ഈ ഫോർമേഷനൊക്കെ അതിന്റെ ഷേപ്പ് അനുസരിച്ച് ഗവേഷകരും ഇവിടുത്തെ ആളുകളും ഓരോ പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ദ ലീനിംഗ് ടവർ ഓഫ് പിസ, ക്ലിയോപാട്രാസ് നീഡിൽ, ലോർഡ്സ് ചേംബർ എന്നിങ്ങനെയൊക്കെയുള്ള പേരുകളാണത്. പുൾപിറ്റ് ഓഫ് ദി കത്തീഡ്രൽ എന്നൊക്കെ വിളിക്കുന്ന ഭാഗങ്ങളും ഇതിലുണ്ട്. വളരെ രസകരമായ ഫോർമേഷനുകൾ.
പ്രകൃതി എത്ര സുന്ദരമായിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് നമ്മെ അത്ഭുതപ്പെടുത്തും. ഒരു വലിയ ശില്പോദ്യാനം പോലെയുണ്ട് ഗുഹയ്ക്കകം. ഓരോ ഭാഗവും ഓരോ തീമിനനുസരിച്ചൊരുക്കിയ ശില്പോദ്യാനം പോലെ. പ്രകൃതിയാണ് ഏറ്റവും വലിയ കലാകാരനെന്ന് തോന്നിപ്പോകും. ചിലത് മൈക്കലാഞ്ചലോയുടെ ശില്പങ്ങൾ പോലെ തോന്നിക്കുന്നു. ഈ ഞൊറിവുകൾ കാണുക. മുകളിൽ നിന്ന് അതങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, വിസ്മയമുണർത്തുന്ന രൂപഭംഗിയോടെ. ഇതൊക്കെ വെള്ളം ഇറ്റുവീണുണ്ടായ ഫോർമേഷനുകളാണെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിച്ചെന്നു വരില്ല. ഒരു ശില്പി തന്റെ ഉളികൊണ്ട് ചെത്തിയെടുത്തതാണെന്നേ തോന്നൂ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. വീണ്ടും ഞങ്ങൾ അടുത്ത ചേംബറിലേക്ക് നടക്കുകയാണ്. കയറിയും ഇറങ്ങിയുമൊക്കെ വേണം ഓരോ ചേംബറിലേക്കും പോകാൻ. ഈ ചേംബറുകൾ മുഴുവൻ ഒറ്റയാൾ കണ്ടെത്തിയതോ ചെറിയ ഒരു കാലത്തിനുള്ളിൽ കണ്ടെത്തിയതോ അല്ല. നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഇപ്പോൾ കാണുന്ന അത്രയും ഭാഗം കണ്ടെത്തിയത്. ആദ്യ ചേംബർ കണ്ടെത്തിയത് 1780-കളിലാണെങ്കിൽ കാങ്കോ 3 എന്ന് പേര് നൽകിയിരിക്കുന്ന ഗുഹാസമുച്ചയം കണ്ടെത്തുന്നത് ആദ്യ കണ്ടെത്തലിന് ശേഷം ഏതാണ്ട് 2 നൂറ്റാണ്ടിനോടടുക്കുമ്പോഴാണ്, 1975-ൽ. പലപ്പോഴും ചെറിയ തുരങ്കങ്ങൾ വെട്ടി വലുതാക്കിയപ്പോഴാണ് പുതിയ ചേംബറുകളിലേക്ക് എത്തിയത്. എന്നാൽ മറഞ്ഞുകിടക്കുന്ന വലിയ ഗുഹാസമുച്ചയങ്ങൾ ഈ പ്രദേശത്ത് ഇനിയും ഉണ്ടാവുമെന്നാണ് ഗവേഷകരുടെ നിഗമനം. ഇപ്പോൾ ഞങ്ങൾ 3rd ചേംബറിലേക്ക് എത്തിയിരിക്കുകയാണ്. 2nd ചേംബറിന്റെ ഒരു ഭാഗം നേരത്തെ വെള്ളം നിറഞ്ഞാണ് കിടന്നിരുന്നത്. ഹാൻസ് ഓസ്തുസൻ എന്ന ഗുഹാപര്യവേക്ഷകന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആ വെള്ളം വറ്റിച്ചു. അപ്പോൾ കണ്ടെത്തിയ ഒരു ചെറിയ ടണൽ തുരന്ന് വലുതാക്കിയപ്പോഴാണ് കാങ്കോ 3 എന്ന ഈ ബൃഹത്തായ ചേംബർ കണ്ടെത്തിയത്. 3rd ചേംബറിൽ നിന്നും കുറച്ചു നടന്നു കഴിയുമ്പോൾ 4th ചേംബറിലേക്ക് എത്തുന്നു. കുറെ പടവുകൾ കയറിയൊക്കെ നടക്കണം. 4th ചേംബറാണിത്. 26 ചേംബറുകളുടെ മാപ്പിംഗ് 19-ാം നൂറ്റാണ്ടിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു. അപകട സാധ്യതയില്ലാത്ത ചേംബറുകളിൽ മാത്രമേ ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കുന്നുള്ളൂ. പുതിയവ കണ്ടെത്താനുള്ള ശ്രമങ്ങളും അവസാനം കണ്ടെത്തിയ ഗുഹകളിലെ സർവേയും ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതാണ്ട് 50 പേരുടെ സംഘത്തെയാണ് ഒരു ഗൈഡ് ഒരു സമയം നയിക്കുക. ഈ സമയത്ത് തന്നെ മറ്റൊരു ഗൈഡും 50 പേരടങ്ങുന്ന മറ്റൊരു സംഘവുമായി ഗുഹയിലുണ്ടാവും. അങ്ങനെ 100 പേരെയാണ് ഓരോ മണിക്കൂറിലും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. ചിലയിടത്ത് ഇടുങ്ങിയ വഴികളാണ്. ഭൂമിക്കടിയിൽ ഏതാണ്ട് 1 കിലോമീറ്റർ ഇങ്ങനെ നടക്കാം. ടൂറിസ്റ്റുകളെ അത്ര ദൂരം വരെയേ അനുവദിക്കൂ. ഞങ്ങൾക്ക് പോകാവുന്ന 5-ാമത്തെ പോയിന്റിലെത്തി. ഇവിടം ജേക്കബ്സ് ലെവൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഇനിയും താഴേക്ക് പോകാം. പടവുകളുണ്ട്. ഏതാണ്ട് 1.5 കിലോമീറ്റർ പോകണം. ചിലയിടത്തെത്തുമ്പോൾ കുത്തിയിരുന്നൊക്കെ പോകണം. ഉയർന്നു നടക്കാൻ പറ്റില്ല. തിരിച്ച് ഇതേ വഴിയിലൂടെ തന്നെ വരികയും വേണം. അല്പം ശ്രമകരമാവും ആ നടത്തം എന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ടുള്ള വഴി താഴേക്ക് ഇങ്ങനെ കിടക്കുന്നത് കാണാം. 200 പടവുകളുണ്ടത്. ഇടുങ്ങിയ വഴികളാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെയാണ് ഗൈഡ് പറയുന്നത്. അവൾ ഒരു ഉപസംഹാര പ്രസംഗം നടത്തി. എല്ലാവരും കൈയടിച്ച് ഗൈഡിനെ അഭിനന്ദിച്ചു. ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ്. ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു. ഗുഹയുടെ ഒരു ഭാഗത്ത് വെച്ച് ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഗൈഡ് ഒരു പാട്ടുപാടി. ആഫ്രിക്കൻ താളത്തിലുള്ളൊരു പാട്ട്. ആ സമയത്ത് എന്റെ ക്യാമറ ഓഫായിപ്പോയി. അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാനും പ്രേക്ഷകരെ കേൾപ്പിക്കാനും കഴിഞ്ഞില്ല. തിരിച്ച് നടക്കുകയാണ്. ചില സാഹസികർ ജീവൻ പണയം വെച്ചുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഇടമാണിത്. കാങ്കോ ഗുഹയിലെ ആദ്യ ഒഫീഷ്യൽ ഗൈഡായ ജോണി വാൻ വാസനീർ
അത്തരമൊരു ആളാണ്. 1898 ജോണി ഒരു സാഹസം ചെയ്തു. കാങ്കോ ഗുഹയുടെ അറ്റം കണ്ടുപിടിക്കണമെന്ന ലക്ഷ്യത്തോടെ അയാൾ നടത്തം തുടങ്ങി. ഭീതി ഉണർത്തുന്ന ഗുഹാവഴി. എവിടെ എത്തിച്ചേരുമെന്നോ എന്തെല്ലാം അപകടങ്ങളാണ് പതിയിരിക്കുന്നതെന്നോ അറിയില്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 902 അടി താഴേക്ക് വരെ താൻ പോയെന്നാണ് ജോണി പറഞ്ഞത്. ആകെ 25 കിലോമീറ്റർ താൻ നടന്നെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അക്കാലത്ത് ഈ അവകാശവാദം അധികമാരും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ഗുഹയിൽ പുതിയ പുതിയ ഭാഗങ്ങൾ കണ്ടെത്തിയതോടെ ജോണിയുടെ വെളിപ്പെടുത്തലിൽ കാമ്പുണ്ടെന്ന് തെളിഞ്ഞു. ജോണിയുടെ യാത്രയ്ക്ക് സമാനമായുള്ള ഒരു അഡ്വഞ്ചർ ടൂർ ഇപ്പോൾ ഇവിടെ നടത്തുന്നുണ്ട്. പടവുകളില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ചും ചെറിയ പൊത്തുകളിലൂടെ നൂണ്ടു കയറിയുമൊക്കെയുള്ള സാഹസിക യാത്രാ പരിപാടിയാണത്. ഞങ്ങൾ ആദ്യം വന്ന ചില ചേംബറുകളിലേക്കൊക്കെ ഈ മടക്കയാത്രയിലും കയറുന്നുണ്ട്. ഇത് ഫസ്റ്റ് ചേംബറാണ്. അവിടെ ഞങ്ങളോടൊപ്പം ഗുഹയിൽ പ്രവേശിച്ച 50 പേരുടെ മറ്റൊരു സംഘമുണ്ട്. 100 പേരുടെ സംഘം ആദ്യം കയറി വന്നിടത്ത് നിന്ന് 2ആയി തിരിഞ്ഞിരുന്നു. പിന്നീട് ഇപ്പോഴാണ് വീണ്ടും ഒന്നിക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെട്ട ഈ ബാച്ച് പുറത്തേക്കിറങ്ങിയാൽ ഉടൻ തന്നെ അടുത്ത ബാച്ചുമായി ഗൈഡുകൾ വരും. ഞങ്ങൾ പുറത്തിറങ്ങി അരമണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ടീമിനെ കയറ്റുക. ഞങ്ങൾ നടത്തിയത് സ്റ്റാൻഡേർഡ് ടൂറാണ്. 1 മണിക്കൂറാണ് അതിന്റെ സമയം. മറ്റൊന്ന് അഡ്വഞ്ചർ ടൂറാണ്. അത് 1.5-2 മണിക്കൂർ സമയത്തേക്കുള്ളതാണ്. ഞങ്ങൾ നടത്തിയതുപോലുള്ള സ്റ്റാൻഡേർഡ് ഹെറിറ്റേജ് ടൂറിന് 200 ദക്ഷിണാഫ്രിക്കൻ റാൻഡാണ് ചാർജ്. നമ്മുടെ 950 രൂപയ്ക്ക് തുല്യമാണത്. അഡ്വഞ്ചർ ടൂറിനാകട്ടെ 1500 രൂപയ്ക്ക് തുല്യമായ റാൻഡ് നൽകണം. അകത്ത് നല്ല തണുപ്പാണ്. അതുകൊണ്ട് വിയർക്കുന്നൊന്നുമില്ല. ഒടുവിൽ ഞങ്ങൾ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. എൻട്രൻസിലെ ടിക്കറ്റ് കൗണ്ടറൊക്കെയുള്ള സെന്ററിലേക്ക് എത്തുന്നു. ഓട്ട്ഷോൺ ലോക്കൽ മുനിസിപ്പാലിറ്റിയാണ് കാങ്കോ കേവ്സിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത്. 1938 ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റ് കാങ്കോ കേവ്സിനെ നാഷണൽ മോണ്യുമെന്റായി പ്രഖ്യാപിച്ചിരുന്നു. 2010-15 കാലത്ത് അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം കാങ്കോ കേവ്സ് ഓട്ട്ഷോൺ മുനിസിപ്പാലിറ്റിക്ക് വലിയ നഷ്ടമുണ്ടാക്കിയിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി നടത്തിയാണ് അതിനെ തരണം ചെയ്തത്. ഞങ്ങൾ പുറത്തേക്കെത്തുമ്പോഴേക്കും ഒരു മഴ പെയ്തു തോർന്നിട്ടുണ്ട്. അന്തരീക്ഷം ആകെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. ചെറിയ മൂടൽമഞ്ഞുണ്ട്. ശരിക്കും സൗത്ത് ആഫ്രിക്കയിലെ വേനൽക്കാലത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയതെങ്കിലും നല്ല തണുപ്പൊക്കെയുള്ള അന്തരീക്ഷമാണ്. ഡിസംബറിൽ മൂന്നാറിൽ എത്തിയതുപോലെ. ഞങ്ങൾ ബസ്സിൽ കയറി. ഇനി യാത്ര തുടരുകയാണ്. കാങ്കോ കേവ്സ് ഉള്ള മലനിരകളിൽ നിന്ന് താഴേക്കിറങ്ങി. യൂറോപ്യൻ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമൊക്കെയാണ് ഇവിടെ. മെഡിറ്ററേനിയൻ ഭൂപ്രകൃതിയും കാലാവസ്ഥയും എന്ന് പറയാം. സ്പെയിനിലൂടെയും ഗ്രീസിലൂടെയുമൊക്കെ യാത്ര ചെയ്യുന്ന അതേ കാലാവസ്ഥയും ഭൂപ്രകൃതിയും. ഉന്മേഷദായകമാണ് യാത്ര. പോകുന്ന വഴിക്ക് കണ്ടതെല്ലാം കൃഷിയിടങ്ങളാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതുപോലെ തന്നെ. ഈ കൃഷിയിടങ്ങളിലൊക്കെ ഇപ്പോഴും പണിക്കാരായിട്ടാണ് ഇവിടുത്തെ സാധാരണക്കാരായ യഥാർത്ഥ സൗത്ത് ആഫ്രിക്കക്കാർ ജോലി ചെയ്യുന്നത്. കൃഷിയിടങ്ങൾക്കരികിലൂടെ നദികളും ഒഴുകുന്നുണ്ട്. മലമ്പ്രദേശങ്ങളാണ്. ചുണ്ണാമ്പുപാറയുടെ മലകൾ. ഇവിടെ വെച്ച് ഗ്രോബേലാർസ് എന്ന നദിയെ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ പല നദികളുണ്ട്. ആ നദികളാണ് ഈ മലമ്പ്രദേശത്തെ കൃഷിക്കനുയോജ്യമാക്കി മാറ്റുന്നത്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ചിലർ വീട്ടിൽ നിന്ന് ചില പലഹാര സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലർ ഡ്രൈ ഫ്രൂട്ട്സ്, ചിലർ മധുര പലഹാരങ്ങൾ. അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. അതിനാൽ രസകരമാണ് യാത്ര. മലയാളികളുടെ സംഘത്തോടൊപ്പം സഞ്ചാരത്തിനിറങ്ങിയാലുള്ള ഒരു ഗുണം അതാണ്. പാതയോരത്ത് ഈ കാണുന്ന തരം വീടുകളായിരുന്നു കോളനിവൽക്കരണത്തിന് ശേഷം ഇവിടെയുണ്ടായ കർഷക ഭവനങ്ങൾ. ഇപ്പോഴും അത്തരം വീടുകൾ കാണാം. ഇത് പുകയില തോട്ടങ്ങളാണ്. യൂറോപ്യരുടെ വരവോടെ വൻതോതിൽ പുകയില കൃഷി നടന്നിരുന്ന പ്രദേശങ്ങളാണിവിടം. ഇപ്പോഴും പുകയില കൃഷി നടക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ സിഗരറ്റ് കമ്പനികളും ബ്രാൻഡുകളുമൊക്കെ ഉണ്ട് താനും. എന്നാൽ സൗത്ത് ആഫ്രിക്കയിൽ പൊതുസ്ഥലങ്ങളിൽ സിഗരറ്റ് വലിക്കുന്നവരെ നമ്മൾ അധികം കാണില്ല.
സിഗരറ്റ് വലി തീരെ കുറഞ്ഞ ഒരു സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക. ചോളവും ഗോതമ്പുമൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പണിതിരിക്കുന്ന കെട്ടിടങ്ങളാണ്, ടൂറിസ്റ്റ് ലോഡ്ജുകൾ. കാങ്കോസ് റെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ലോഡ്ജാണ് വലതുവശത്ത്. അങ്ങനെ നിരവധി ടൂറിസ്റ്റ് ലോഡ്ജുകളുണ്ട്. ഞങ്ങളുടെ ബസ് ഇപ്പോൾ അടുത്ത സ്ഥലമായ കാങ്കോ വൈൽഡ് ലൈഫ് റാഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വൈൽഡ് ലൈഫ് കൺസർവേഷൻ സെന്ററും റാഞ്ചുമാണിത്. പാറ്റ് കൂറ്റൻ ബസിനെ റാഞ്ചിന്റെ പാർക്കിംഗിലേക്ക് തിരിച്ചു. അവിടുത്തെ കാഴ്ചകളിലേക്കാണ് ഇനി ഞങ്ങൾ ഇറങ്ങുന്നത്.